അത്യാവശ്യം മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ അറിയുന്നവരും സയന്റിഫിക് ടെമ്പർ ഉള്ളവരും ദൈവവിശ്വാസികളും ഒക്കെ തന്നെ പൊതുവായി വരുത്തി വെക്കുന്ന എനർജി ബ്ലോക്കുകൾക്കും മാനിഫെസ്റ്റേഷൻ ബ്ലോക്കുകൾക്കും അഥവാ ലക്ഷ്യ സാക്ഷാത്കാരങ്ങൾക്കും തടസ്സമായേക്കാവുന്ന ഒരു കാര്യമാണ് പ്രകൃതി പ്രതിഭാസങ്ങളെ, അതായത് മഞ്ഞ്, മഴ, വെയിൽ, കാറ്റ് തുടങ്ങിയവയെ കുറ്റപ്പെടുത്തുക എന്നത്. അത്യാവശ്യം കാര്യങ്ങൾ അറിയുന്ന താങ്ക് യു യൂണിവേഴ്സ് എന്നൊക്കെ പറയുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകളും പലപ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോഴോ എന്തൊരു മഴയാണ്, എന്തൊരു വെയിലാണ്, എന്തൊരു ചൂടാണ് എന്നൊക്കെ കുറ്റപ്പെടുത്തി പറയുന്നതും പലപ്പോഴും പുലഭ്യങ്ങൾ ചേർത്ത് കുറ്റപ്പെടുത്തുന്നതും കാണാറുണ്ട്. അത് പ്രപഞ്ചവുമായി പ്രകൃതിയുമായുള്ള ഹാർമണിയിൽ നിന്ന്, പൊരുത്തത്തിൽ നിന്ന്, രമ്യതയിൽ നിന്ന് അകറ്റുന്നു. സയന്റിഫിക്കായി നോക്കിയാലും ദൈവവിശ്വാസ പ്രകാരം നോക്കിയാലും ഇക്കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ്. ദൈവവിശ്വാസ പ്രകാരം നോക്കിയാൽ പ്രകൃതി പ്രതിഭാസങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ മഴ, വെയിൽ, കാറ്റ്, മഞ്ഞ് തുടങ്ങിയ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെയാണ് എതിരിടുന്നത്, കുറ്റപ്പെടുത്തുന്നത്. സയന്റിഫിക്കായി നോക്കിയാൽ ഈ ഗ്രഹത്തിൽ ജീവൻ ഉള്ളതും നിലനിൽക്കുന്നതും ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് ഒരു താളം, ഒരു ഹാർമണി ഉള്ളതുകൊണ്ടാണ്. അവ കറക്റ്റായി ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ഇത് അറിഞ്ഞിട്ടും അവ അത്രമേൽ പ്രാധാന്യമുള്ളതാണ്, നാമൊക്കെ ജീവിച്ചിരിക്കുന്നതിന് തന്നെ നിർണായകമാണ് എന്നും അറിഞ്ഞിട്ടും ആർക്കെങ്കിലുമൊക്കെ അവ അസൗകര്യമായി തോന്നുന്നുവെങ്കിൽ അത് അറിവില്ലാത്തത് കൊണ്ടല്ല, ഒരു വാസ്തവത്തിലുള്ള തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇത്രയും പറയുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കുറച്ചൊരു അറിവുള്ള, സ്വല്പമൊന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് കാര്യം മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. ഇപ്പോൾ സത്യസന്ധമായി സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. സയന്റിഫിക് ടെമ്പർ ഉള്ളവരാകട്ടെ, ലോ ഓഫ് അട്രാക്ഷൻ, എനർജി തുടങ്ങിയ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ അറിയുന്നവരാകട്ടെ, ദൈവവിശ്വാസികളാകട്ടെ, അല്ലാത്തവരാകട്ടെ, ഏത് സാഹചര്യവശാലും ആകട്ടെ, ജീവൻ നിലനിർത്തുന്നതിന് പോലും അടിസ്ഥാന കാരണമായ പ്രപഞ്ചത്തിലെ പ്രകൃതി പ്രതിഭാസങ്ങളെ കുറ്റപ്പെടുത്തുന്നതും അറിഞ്ഞോ അറിയാതെയോ ഇറിറ്റേഷനോടെയോ അല്ലാതെയോ പുലഭ്യം പറയുന്നതും കുറ്റപ്പെടുത്തുന്നതും ഒക്കെ തന്നെ പ്രപഞ്ചവും നമ്മുടെ എനർജി ലെവലുമായി ഹാർമണി അഥവാ രമ്യതയാണോ ഉണ്ടാക്കുന്നത്, അതോ കോൺഫ്രണ്ട് അഥവാ ഏറ്റുമുട്ടൽ ആണോ ഉണ്ടാക്കുന്നത് എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. പാരാസൈക്കോളജിയിലെ പല പഠനങ്ങളും പറയുന്നത് സാധാരണ മനുഷ്യരെക്കാൾ കൂടുതലായുള്ള പല ശേഷികളും ആർജിക്കുന്ന മനുഷ്യർ ആ ശേഷികൾ ആർജിക്കുന്നതിന്റെ ആദ്യ പടിയായി മനസ്സിലാക്കുകയും അനുവർത്തിക്കുകയും ചെയ്യുന്നത് പ്രകൃതി പ്രതിഭാസങ്ങളുമായി രമ്യതയിൽ, പൊരുത്തത്തിൽ, ഹാർമണിയിൽ ആവുക എന്നതാണ്. ഇസ്ലാം മതവിശ്വാസ പ്രകാരവും ക്രിസ്തു മതവിശ്വാസ പ്രകാരവും മഴ, വെയിൽ, കാറ്റ്, മഞ്ഞ്, തണുപ്പ്, ചൂട് തുടങ്ങിയവയെല്ലാം തന്നെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാണ്. ഹിന്ദു മതവിശ്വാസ പ്രകാരമാണെങ്കിൽ സൂര്യൻ, വായു, ജലം, അഗ്നി തുടങ്ങിയവയെല്ലാം ദേവതകൾ തന്നെയാണ്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളായി കാണുന്നവർക്ക് എങ്ങനെയാണ് അവയെ കുറ്റപ്പെടുത്താൻ കഴിയുക? ദേവതകളായി കാണുന്നവർക്ക് എങ്ങനെയാണ് അവയെ കുറ്റപ്പെടുത്താൻ കഴിയുക? ഇനി സയന്റിഫിക്കായി മാത്രം ചിന്തിക്കുന്നവരാണെങ്കിൽ പോലും എങ്ങനെയാണ് ജീവന്റെ നിലനിൽപ്പിന്റെ തന്നെ അടിസ്ഥാനമായ ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെ, പ്രകൃതി പ്രതിഭാസങ്ങളെ എതിരിടാൻ കഴിയുക, കുറ്റപ്പെടുത്താൻ കഴിയുക? ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദിയുടെ മനോഭാവം മാനിഫെസ്റ്റേഷന്, ലക്ഷ്യ സാക്ഷാത്കാരങ്ങൾക്ക് ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങളോടും ആവശ്യമാണ്. അതൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ, അതൊന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ സ്വല്പമൊന്ന് ചിന്തിക്കുന്നവർക്ക് പ്രകൃതി പ്രതിഭാസങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് കരുതുന്നു. ഒരുപക്ഷെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത, വിശ്വസിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ കൂടി സാന്ദർഭികമായി ഒന്ന് പറയാം. പ്രപഞ്ചവുമായും പ്രകൃതിയുമായും പ്രകൃതി പ്രതിഭാസങ്ങളുമായും ഹാർമണിയുള്ള, രമ്യതയുള്ള, പൊരുത്തമുള്ള മനുഷ്യർക്ക് ചൂട്, തണുപ്പ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളൊന്നും തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുകയേ ഇല്ല. പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞാൽ, സാധാരണ മനുഷ്യർക്ക് തണുപ്പിനെ പ്രതിരോധിക്കുന്ന സംവിധാനങ്ങളില്ലാതെ ജീവിച്ചിരിക്കാൻ പോലും കഴിയാത്ത ഹിമാലയത്തിലെയും മറ്റും -ഡിഗ്രി തണുപ്പിലും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും പല സൂഫിമാരും സന്യാസിമാരും ജീവിക്കുന്നുണ്ട്. അത്രയുമൊക്കെ വേണമെന്നല്ല പറയുന്നത്, അത്രയുമൊക്കെ ആവശ്യമുണ്ടെന്നുമല്ല പറയുന്നത്, അങ്ങനെയൊക്കെയും സാധിക്കുമെന്നും പറഞ്ഞുവെന്നേ ഉള്ളൂ. പക്ഷേ ലക്ഷ്യ സാക്ഷാത്കാരങ്ങൾ, മാനിഫെസ്റ്റേഷൻ ആഗ്രഹിക്കുന്നവരൊക്കെ പ്രകൃതിയുമായുള്ള ആ ഹാർമണി, ആ പൊരുത്തം നഷ്ടപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടിയെങ്കിലും പ്രകൃതിയെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും കുറ്റപ്പെടുത്താതിരിക്കുകയല്ലേ കൂടുതൽ നല്ലത് എന്ന് സ്വയം ചിന്തിക്കുക, ആത്മാർത്ഥമായി ചിന്തിക്കുക, സ്വയം ഉചിതമായ തീരുമാനം എടുക്കുകയും ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് പോയിന്റ് നൽകാനും കമന്റുകൾ രേഖപ്പെടുത്താനും ഓർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക്